ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പനീർ കൊണ്ടുള്ള നല്ല സ്പൈസി ഗ്രേവി മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഡോ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് 1.5 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് ഒട്ടും സ്റ്റിക്കി ആവാൻ പാടില്ല. ഏകദേശം ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കാം. എന്നിട്ടൊരു 20 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മോമോസിൻ്റെ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് 200 ഗ്രാം പനീർ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസിലെ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു മിക്സ് വേവിച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ടൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഒരു 6-7 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 6 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതൊരു 3-4 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പം അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനി ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഉരുട്ടി വയ്ക്കാം. എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ബോൾസും ചെറിയ ഡിസ്കിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാൻ പോവാണ്. നല്ല തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നേരിയതായിട്ട് പരത്തിയെടുക്കുക. ബാക്കിയിരിക്കുന്ന കൂടി നമുക്ക് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ചെണ്ണം ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഫില്ലിങ്ങും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. മോമോസ് ഷേപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ്സ് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിരിക്കുന്നത്. ഇനി ഓരോ ഷീറ്റും എടുത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് വന്ന് ഷേപ്പ് ചെയ്ത് വെക്കാം. ഇതേപോലെ നമുക്ക് നല്ലൊരു ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട്. ഓരോ ഷീറ്റ് എടുത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെക്കുക. എന്നിട്ട് ചെറിയ പ്ലീറ്റ്സ് ആക്കി ഒരു സൈഡിൽ നിന്ന് പ്ലീറ്റ് തുടങ്ങി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ കുറച്ച് മോമോസ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ സ്റ്റീം ചെയ്യാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാം. സ്റ്റീം ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേവിയിൽ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മോമോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കൂടി നമുക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ ഉള്ളി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. മോമോസ് ഉണ്ടാക്കിയതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷെസ്വാൻ സോസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ മേലെ കാണുന്ന ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ മാക്സിമം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക്
1/3 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് മോമോസ് ചേർത്ത് കൊടുക്കാം. ഇതിനൊരു 10-30 സെക്കൻഡ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ പനീർ ഗ്രേവി മോമോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ഞാൻ കുറച്ച് മോമോസിയുടെ ഗ്രേവി ചേർക്കാതെയും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഗ്രേവി ചേർത്തെടുക്കാം. നമ്മളെല്ലാവരും മോമോസ് സ്റ്റീം ചെയ്തും ഫ്രൈ ചെയ്തും ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഗ്രേവി മോമോസ് അധികവും സ്ട്രീറ്റ് ഫുഡായിട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നീട് കാണാം.